അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 10 തിങ്കളാഴ്ച. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. നവംബർ 14-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ് പ്രഖ്യാപനം നടത്തിയത്. നാമനിർദ്ദേശ പത്രിക നവംബർ 21 വരെ നൽകാം. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലായിരിക്കും ഡിസംബർ 9-നുള്ള ആദ്യഘട്ടത്തിലുള്ള വോട്ടെടുപ്പ്. ഡിസംബർ 11-ന് നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും. സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും UDF ഉജ്ജ്വല വിജയം നേടുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വർഗീയ കക്ഷികളുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരും പ്രമുഖ സ്ഥാനാർത്ഥികളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നും ഇടതുമുന്നണി വർദ്ധിത ആവേശത്തിലാണെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം നേടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്ത് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ ലഭിച്ച അവസരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതുവരെ പരിഹരിക്കാത്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾ BJP പരിഹരിച്ചിരിക്കുമെന്നും BJP അഴിമതിരഹിത ഭരണം കൊണ്ടുവരുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ കൊള്ള നടത്തിയവർക്ക് അനുകൂലമായി അയ്യപ്പൻ ചിന്തിക്കില്ലെന്ന് ഉറപ്പുണ്ടെന്നും അയ്യപ്പൻ UDF-ന് അനുകൂലമായി തീരുമാനം കൈക്കൊള്ളുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. വിജയിക്കുമെന്ന് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും തീരുമാനങ്ങളെല്ലാം മുൻകൂട്ടിയെടുക്കാൻ കഴിഞ്ഞുവെന്നും ഒറ്റക്കെട്ടായി UDF തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. കൊല്ലം കോർപ്പറേഷൻ സ്ഥാനാർത്ഥി ചർച്ചയിൽ ഇടഞ്ഞ് കേരള കോൺഗ്രസ് M. 3 സീറ്റ് വേണമെന്നാണ് കേരള കോൺഗ്രസ് M-ന്റെ ആവശ്യം. എന്നാൽ 1 സീറ്റ് നൽകാമെന്ന നിലപാടിൽ നിൽക്കുകയാണ് CPM. കഴിഞ്ഞ തവണ മത്സരിച്ച പോർട്ട് ഡിവിഷൻ വേണമെന്നും പോർട്ട് ഡിവിഷൻ CPI-യുമായി വെച്ചുമാറില്ലെന്നും ജയസാധ്യതയില്ലാത്ത സീറ്റിൽ മത്സരിക്കാനില്ലെന്നും കേരള കോൺഗ്രസ് M വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ച വന്യജീവി വിഷയം, തെരുവ് നായ വിഷയം എന്നിവ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ജനം വോട്ട് ചെയ്യുമെന്നും UDF-ൽ ഉണ്ടായിരുന്നതിനേക്കാൾ പരിഗണനയാണ് LDF-ൽ കേരള കോൺഗ്രസിന് കിട്ടുന്നതെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. മന്ത്രി KB ഗണേഷ് കുമാറിനെ പുകഴ്ത്തിയതിന് കോൺഗ്രസ് പുറത്താക്കിയ തലച്ചിറ അസീസിനെ സ്വാഗതം ചെയ്ത് കേരള കോൺഗ്രസ് B. ഗണേഷ് കുമാർ തലച്ചിറയിലെ വീട്ടിലെത്തി അസീസിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. ഇന്നലെയാണ് അസീസിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. ഗണേഷ് കുമാർ കായ്ഫലമുള്ള മരമെന്ന് അസീസ് വാഴ്ത്തിയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം പിടിച്ചടക്കാൻ സർപ്രൈസ് മേയർ സ്ഥാനാർത്ഥിയുമായി കോൺഗ്രസ്. സിനിമ സംവിധായകൻ VM ബിനുവിനെ കോഴിക്കോട്ടെ മേയർ സ്ഥാനാർത്ഥിയാക്കി മത്സരം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. VM ബിനുവിനെ പാറോപ്പടിയിലോ ചേവായൂരിലോ മത്സരിപ്പിക്കും. VM ബിനുവുമായി രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിലും സംസാരിച്ചു. തുടർന്നാണ് മത്സരിക്കാൻ VM ബിനു സന്നദ്ധത അറിയിച്ചതെന്നും റിപ്പോർട്ടുകൾ. കേരളത്തിൽ എല്ലായിടത്തും UDF മികച്ച വിജയം നേടുമെന്ന് KS ശബരിനാഥൻ. വിജയിക്കണം എന്ന ലക്ഷ്യം താഴെത്തട്ടിലുണ്ട്. പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷത്തിനെതിരായ പൊതുവികാരം കോർപ്പറേഷനുകളിൽ അടക്കമുണ്ട്.
BJP ഭരിക്കുന്ന പന്തളവും പാലക്കാടുമാണ് ഏറ്റവും മോശം ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റികളെന്നും KS ശബരിനാഥൻ കൂട്ടിച്ചേർത്തു. തൃശൂർ കോർപ്പറേഷനിലടക്കം BJPയുടെ പ്രതീക്ഷ ഉയർന്നിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. BJPയിൽ ക്രമാതീതമായി പ്രതീക്ഷ വർദ്ധിച്ചുവെന്ന് ജനങ്ങൾ പറയുന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസമെന്നും പോകുന്നയിടങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചന അതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സത്യസന്ധമായ പൾസ് തൃശൂരിൽ നിന്നും അനുഭവപ്പെടുന്നുണ്ടെന്നും വികസിത് ഭാരത് 2047 എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് ഞങ്ങളുടെ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രനിർമ്മിതിക്ക് ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ക്രൈസ്തവരെയും സിറോ മലബാർ സമുദായത്തെയും അവഗണിക്കുന്നുവെന്ന് CBCA അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. ദീപിക പത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ലേഖനം. 2.78 കോടി ക്രിസ്ത്യാനികളുടെ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട സാഹചര്യമുണ്ടെന്നും ഈ അവകാശങ്ങൾ സർക്കാരുകളുടെ ഔദാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടാണ് CBCA അധ്യക്ഷന്റെ ആവശ്യം. നിർമ്മാണശേഷമുള്ള വലിയ അറ്റകുറ്റപ്പണിക്കായി ഇടുക്കി വൈദ്യുതി നിലയം നാളെ മുതൽ 1 മാസം അടച്ചിടും. ഇതോടെ ഇടുക്കി അണക്കെട്ടിൽ 1 മാസം വൈദ്യുതി ഉൽപ്പാദനം മുടങ്ങും. ജനറേറ്ററുകളുടെ വാൾവുകളുടെ അറ്റകുറ്റപ്പണി വൈകിപ്പിച്ചാൽ സുരക്ഷയെ ബാധിക്കുമെന്നും ചില വാൾവുകളിൽ ഗുരുതര ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. വൈദ്യുതി നിർമ്മാണം പൂർണ്ണമായി നിർത്തിയായിരിക്കും അറ്റകുറ്റപ്പണി. ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടി വരില്ല എന്നും മന്ത്രി പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പടയൊരുക്കവുമായി നായർ ഐക്യവേദി. ആലപ്പുഴ വള്ളിക്കുന്നത്ത് വിവിധ നായർ സംഘടനകളുടെ നേതൃത്വത്തിൽ നായർ നേതൃസംഗമം സംഘടിപ്പിച്ചു. സർക്കാർ അവഗണനയ്ക്കെതിരെ സംഗമം പ്രതിഷേധമറിയിച്ചു. NSSന്റെ സമീപകാല നിലപാടിനെതിരെയായിരുന്നു വള്ളിക്കുന്നം വിദ്യാധിരാജാപുരത്ത് നായർ ഐക്യവേദിയുടെ നേതൃസംഗമം. സമുദായ നന്മയ്ക്കായല്ല ഇന്നത്തെ NSS നേതൃത്വം പ്രവർത്തിക്കുന്നതെന്നും വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും സംഘാടകർ ആരോപിച്ചു. പാലക്കാട് അട്ടപ്പാടി കരുവാര ഉന്നതിയിൽ കുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവരങ്ങൾ പുറത്ത്. 4 വയസ്സുകാരൻ അജിനേഷിന് തലയ്ക്കും നെഞ്ചിലും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. മരിച്ച 7 വയസ്സുകാരൻ ആദിക്ക് വലത് തുടയെല്ലിലും നെഞ്ചിലും പരിക്കേറ്റിട്ടുണ്ട്. തുടയെല്ലിലെ മുറിവിലെ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കൊച്ചി തമ്മനത്ത് കൂറ്റൻ കുടിവെള്ള ടാങ്ക് തകർന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം. ജല അതോറിറ്റിയുടെ ഫീഡർ ടാങ്കിന്റെ ഭിത്തിയാണ് തകർന്നത്. തുടർന്ന് മേഖലയാകെ വെള്ളക്കെട്ടിലായി. വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. 1,38,00,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത്. ഉമ തോമസ് MLA സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ജല അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ നിലവിലില്ലാത്ത 4 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കാനൊരുങ്ങി സർക്കാർ. ഇവർക്കെതിരെയുള്ള നടപടികൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് സർക്കാർ ഇടപെടൽ. കാസർഗോഡ് ബളാലിൽ വീട് വയ്ക്കാൻ മണ്ണ് നീക്കിയതിന് നിർധന കുടുംബത്തിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് 50,000 രൂപ പിഴയിട്ട സംഭവത്തിൽ ഇടപെട്ട് കോൺഗ്രസ്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പാവപ്പെട്ട കുടുംബത്തോട് ചെയ്യുന്നത് വലിയ നീതികേടെന്ന് ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം പറഞ്ഞു. കണ്ണൂർ അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പ്രതിയെ DYFI മേഖല സെക്രട്ടറിയാക്കി. K ഷിജിനെയാണ് കണ്ണപുരം ഈസ്റ്റ് മേഖല സെക്രട്ടറിയായി ഇന്നലെ തെരഞ്ഞെടുത്തത്. MSF പ്രവർത്തകൻ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിലെ 15ാം പ്രതിയാണ് ഷിജിൻ. 2012 ഷുക്കൂറിനെ വധിക്കുമ്പോൾ മാടായി കോളേജിലെ SFI യൂണിറ്റ് പ്രസിഡന്റായിരുന്നു ഷിജിൻ. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനായി 2024 സഖ്യത്തിന് ശ്രമിച്ചുവെന്ന BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. സംസ്ഥാന പദവിക്ക് വേണ്ടിയോ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയോ BJPയുമായി സഖ്യത്തിന് താൻ ശ്രമിച്ചിട്ടില്ലെന്ന് വിശുദ്ധ ഖുറാനിൽ കൈതൊട്ട് സത്യം വയ്ക്കുന്നുവെന്നും ആരോപണമുന്നയിച്ച സുനിൽ ശർമ്മയെപ്പോലെ താൻ ഉപജീവനത്തിനായി കള്ളം പറയാറില്ലെന്നും ഒമർ അബ്ദുള്ള എക്സ് പോസ്റ്റിലൂടെ പ്രതികരിച്ചു.
വിമാനം 33,000 അടി ഉയരത്തിൽ പോകുന്നതിനിടെ എഞ്ചിൻ തകരാറുണ്ടായതിനെ തുടർന്ന് സ്പൈസ് ജെറ്റ് വിമാനത്തിന് എമർജൻസി ലാൻഡിംഗ്. മുംബൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട യാത്രാ വിമാനത്തിനാണ് എഞ്ചിൻ തകരാറ് അനുഭവപ്പെട്ടത്. എല്ലാ യാത്രക്കാരും സുരക്ഷിതരെന്നാണ് സ്പൈസ് ജെറ്റ് വിശദമാക്കിയിട്ടുള്ളത്. ലാൻഡിങ്ങിന് പിന്നാലെ എമർജൻസി വാണിംഗ് പിൻവലിച്ചതായും വിമാനത്താവള അധികൃതർ വിശദമാക്കി. റഷ്യയിൽ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏവിയേഷൻ കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണ് 5 പേർ മരിച്ചു. വെള്ളിയാഴ്ച ആച്ചിസു ഗ്രാമത്തിന് സമീപമാണ് KA-226 ഹെലികോപ്റ്റർ തകർന്നു വീണത്. അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ സെനറ്റിൽ ഒത്തുതീർപ്പ്. സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധന അനുമതി ബിൽ ജനുവരി 31 വരെ സെനറ്റ് അംഗീകരിച്ചു. 8 ഡെമോക്രാറ്റ് അംഗങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഡെമോക്രാറ്റുകളുടെ പ്രധാന ആവശ്യമായ ആരോഗ്യ പരിരക്ഷാ നികുതി ഇളവ് ഇപ്പോഴില്ല. ഇക്കാര്യം അടുത്ത മാസം പരിഗണിക്കാൻ ധാരണയായിട്ടുണ്ട്. തന്റെ കടുത്ത താരിഫ് നയങ്ങൾ അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ഏറ്റവും ആദരിക്കപ്പെടുന്നതുമായ രാജ്യമാക്കി മാറ്റിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ താരിഫ് നയത്തെ ന്യായീകരിച്ച ട്രംപ് അതിന്റെ എതിരാളികളെ വിഡ്ഢികളെന്നും വിശേഷിപ്പിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.